ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് നമ്മളുടെ തലശ്ശേരി നാട്ടിൽ മാത്രം ഉണ്ടാകുന്ന കുഞ്ഞിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള കുഞ്ഞിപ്പത്തിൽ തിന്നാലേ ആ ടേസ്റ്റ് മാറില്ല. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കാം. നമ്മളെ റേഷൻ അരി പുയിങ്ങലരി ഉണ്ടെങ്കിലും വാങ്ങാം. പിന്നെ നമ്മളെ ചോറ് വെക്കുന്ന പൊന്നിയരിനൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമ്മളെ അപ്പത്തിൻ്റെ പൊടിയില്ല, ഏത് നൂൽപുട്ടെല്ലാം ചുടുന്ന ഈ അരി കുഴച്ചിട്ട് നമുക്കിങ്ങനെ ചുടാം. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ചൂടുവെള്ളത്തിൽ നമ്മളെ പൊന്നരി പുതിർത്തിയിട്ട് ഗ്രൈൻഡറിനിട്ടിട്ട് അരച്ചിട്ടുള്ള അരിയാണ് ഇത്. ഏത് അരി എടുക്കാം, നമ്മളെ റേഷൻ അരിയും നമുക്ക് തലേ ദിവസം പുതിർത്തിയിട്ട് പുയിങ്ങലരി പച്ചരി ഒന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ഉരുട്ടി നല്ലോണം ആവിച്ചമ്പിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത്. അങ്ങനെ അരമണിക്കൂറോളം വേവണം. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. അങ്ങനെ നമ്മൾ അത് ബന്ത് ഇത് നമ്മൾ കുഞ്ഞിപ്പത്തിൽ എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ചൂടോടെ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഓരോന്നോരോന്ന് വേർതിരിച്ചിട്ട് വെക്കും. അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പത്തിൽ ബന്ത് വന്നു. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. അത്രക്കും ടേസ്റ്റുള്ള ഈ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്നാലും നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുള്ളൂ. പിന്നെ ഞാൻ കുക്കർ വെച്ച് അതിൽ കുറച്ച് RKGയും നമ്മളെ വെളിച്ചെണ്ണ ഓയില ഏത് നെയ്യ് വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം. കുറച്ച് RKG ഒഴിക്കണം അതിൽ, നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അങ്ങനെ രണ്ട് ഉള്ളി നല്ലോണം ഉള്ളി വാട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളിയും 2 ഉള്ളി ഉപ്പിട്ടിക്കുക. പാകത്തിനുള്ള ഉപ്പ്, ഉള്ളി വേഗം പാടും, അതിന് വേണ്ടിയിട്ട് ഉപ്പിടുന്നത്. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മിക്സിയിലിട്ടിട്ട് ചതുക്കിയിട്ടത്. പിന്നെ നമ്മളെ 2 തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ നമ്മളെ ചിക്കൻ. നമുക്ക് ചിക്കന് ഇടാം, പിന്നെ ബീഫ് ഇടാം, മട്ടൻ ഇടാം, ഏത് ഇറച്ചി വേണമെങ്കിലും. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. അതെല്ലാം നല്ലോണം യോജിപ്പിച്ച് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് 4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ അരമുറി തേങ്ങയും പിന്നെ കുറച്ച് പെരുംജീരകം, വലിയ ജീരകം, നല്ല ജീരകം, പെരുംജീരകം നമ്മുടെ നാട്ടിൽ, അങ്ങനെ ചെറിയ ഉള്ളി വേണം. തേങ്ങ പെരുംജീരകം ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഞാൻ അരച്ചിട്ട് വെച്ച്, പിന്നെ ചെമ്പ് വെച്ച് നമ്മൾ കുറച്ച് RKG വെച്ച്, പിന്നെ ചെറിയ ഉള്ളി നമ്മൾ ചട്ടി വെച്ച് പരന്ന. അങ്ങനെ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മളെ തേങ്ങ അരച്ചിട്ട് വെച്ചില്ല, ഒതുക്കിയിട്ട് വെച്ച് അത് അതിലിട്ട് പാർന്ന്, പിന്നെ നമ്മളെ ബന്ത ഇറച്ചി അതിലിട്ട്, പിന്നെ ഉപ്പെല്ലാം പാകത്തിന് നോക്കിയിട്ടിട്ടാൽ മതി. ഞാനിപ്പോൾ പാകത്തിന് ഉപ്പുള്ളതുകൊണ്ട് പിന്നെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിക്കില്ല. പാകത്തിന് നോക്കിയിട്ട് ഉപ്പിടും. അങ്ങനെ ഇത് നല്ലോണം പതച്ചിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ വേവിച്ച കുഞ്ഞിപ്പത്തിൽ ഇതിലിടുക. അടിപൊളി ടേസ്റ്റുള്ള കുഞ്ഞിപ്പത്തിലാണ്. അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഇങ്ങനെ ഇട്ട്, നിങ്ങൾ എനിക്കിപ്പം വെള്ളമുണ്ട്, വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല വറ്റി നല്ല ഇതായിട്ട് വരും. അങ്ങനെ നമ്മളെല്ലാം കുഞ്ഞിപ്പത്തിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പത്തിൽ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും അങ്ങനെ ഇട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറന്നു കഴിഞ്ഞാൽ നമ്മളെ വെള്ളമെല്ലാം വറ്റി, നമ്മളെ ഈ കണലിൽ തീയൊന്നും വേണ്ട, കണലിൽ അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ നമ്മളെ വെള്ളമെല്ലാം വറ്റി നമ്മളെ കുഞ്ഞിപ്പത്തിൽ റെഡിയായി വന്ന്. എല്ലാവരും വീട്ടിലുണ്ടാക്കുക. ബൈ.